ഹായ്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ കുടുംബ വീട്ടിലാണ്. എൻ്റെ അമ്പച്ചനും അമ്മമ്മയും, അമ്പച്ചൻ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛനാണ്, കർക്കിടക വാവ് എടുക്കാറുണ്ട്. അപ്പം അതുകൂടാതെ തുലാമാസത്തിലെയും കുംഭമാസത്തിലെയും എടുക്കും കേട്ടോ. അപ്പം ഈ ദിവസം അമ്പച്ചൻ്റെ പങ്ങന്മാരും മക്കളും കുഞ്ഞുമക്കളും പിന്നെ നമ്മുടെ കുടുംബക്കാരും എല്ലാവരും ഒത്തുകൂടുന്നൊരു ദിവസമാണ്. അപ്പം നമ്മളെ വീട്ടിൽ വെള്ളം കിട്ടുന്നത് ഈ തുരങ്കത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ ഒരു പൈപ്പിട്ട് ടാങ്കിലേക്ക് വന്ന് വീഴും. നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. അപ്പോൾ മാമൻ വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അമ്പച്ചൻ്റെ ജോലി പറഞ്ഞെങ്കിൽ എല്ലാ വിശേഷ ദിവസവും അമ്പച്ചൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല കട്ട് ചെയ്യും, തലേന്നേ കട്ട് ചെയ്യും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെക്കും. അപ്പോൾ അത് അമ്പച്ചൻ പതിവ് പോലെ ഇന്നും ചെയ്യുന്നുണ്ട്. കാക്കക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞില വേറെ. അപ്പോൾ നമുക്ക് വേറെ കിച്ചണാണ്. അപ്പോൾ അവിടെ ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാം അപ്പുറം വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ എല്ലാവരും എത്തിയിട്ട് അന്നത്തെ ദിവസം. പിന്നെ അമ്മായിരെ കുറച്ച് ചെടിയെല്ലാം ഉണ്ട്. പന്തലിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒന്നും ചീഞ്ഞു പോയിട്ട്, അല്ലെങ്കിൽ മഴയത്ത് ഇതൊന്നും കാണില്ല, എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആ പൂവിൻ്റെ എല്ലാം കുറച്ച് വീഡിയോസെല്ലാം എടുത്തു. പിന്നെ ഇന്ന് മക്കളെല്ലാം ഒത്തുകൂടുമ്പോൾ ഭയങ്കര വർത്താനം പറയലും കൂട്ടുകൂടലും അവരെ കഥകൾ അപ്പുറം ഷെയർ ചെയ്യുന്നൊരു ദിവസമാണ്. കളിയും ബഹളവും പറയണ്ട. പിന്നെ കർക്കിടക മാസമല്ലേ, പെരും മഴയും. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, സാമ്പാർ, പയർ വറവ്, ചിക്കൻ വറവ്, മീൻ ഫ്രൈ, അതുപോലെ അച്ചാർ, അങ്ങനെ കുറേ കറിയെല്ലാം ഉണ്ടാക്കും. ഇന്ന് ഇത്രയും ഉണ്ടായിട്ടു. അങ്ങനെ കുറേ കൂട്ടം കറികളെല്ലാം ഉണ്ടാക്കി ചോറ് പിണ്ടം പോലെയാക്കി ചെറിയ വാഴയിലയിൽ ഇങ്ങനെ വെക്കും. അത് കാക്കക്ക് കൊടുക്കല്. ഇതാണ് വാവ്. അപ്പം അതിലൊരു വിശ്വാസമാണ് നമ്മൾ കൈപിടിച്ച് നടത്തിയ അച്ഛനമ്മമാർക്ക് വാവിന് ഒരു പിടി ചോറ് കൊടുക്കുന്നതെന്നൊരു വിശ്വാസം. അപ്പോൾ അമ്മമ്മക്കെല്ലാം ആ ദിവസം കാക്ക എടുത്താന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പം കാക്ക എടുത്തിട്ടെങ്കിൽ അമ്മ പറയും, ഇനിയത്തെ വാവ് ഞാൻ വയ്ക്കുന്നില്ല എന്ന് പറയും. എന്നാലും വാവിൻ്റെ സമയമാകുമ്പോൾ അമ്മമ്മ വീണ്ടും വയ്ക്കൂട്ടാ. അപ്പം അമ്മമ്മക്ക് അങ്ങനെ നടക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ പറയും, ഞാൻ നിർത്തുന്നു, വാവ് വയ്ക്കുന്ന നിർത്തുന്നു എന്നെല്ലാം പറയുന്നുണ്ടായിന്. പക്ഷെ അത് പറയലേ ഇല്ലു. പിന്നെ എല്ലാവരും ഒന്നിച്ചു കൂടി പിന്നെ ഫുഡ് കഴിക്കും. കുഞ്ഞുമക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പുറം വർത്താനം പറഞ്ഞുകൊണ്ടും അങ്ങനെ. പിന്നെ രാത്രിക്ക് ഇന്നത്തെ ദിവസം രാത്രി എല്ലാ വീട്ടിലും ഒറോട്ടിയും ചിക്കൻ കറിയും ഉണ്ടാവും. എന്ന് വെച്ചാൽ വാവിലെ ദിവസമാണ്. ആ ഒരു ദിവസം എന്തായാലും ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ ഒറോട്ടി. പിന്നെ അതിൻ്റെ പണിയായി. അങ്ങനെ അപ്പമെല്ലാം ചുട്ട് റെഡിയായി. എല്ലാവരും ഒത്തുകൂടി കഴിക്കും. പിന്നെ ഇത് രാത്രി മേത് വെക്കും. മേത് വെക്കൽ പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചു പോയവരെ ഓർമ്മക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഇങ്ങനെ മാറ്റി കുറച്ച് സമയം വെക്കും. പിന്നെ എല്ലാവരും കഴിക്കും കേട്ടോ. അങ്ങനെയാണ്.